നമ്മുടെ പുതിയൊരിടയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ പുതിയ ഒരു ഗെയിം കളിക്കാനായിട്ടാണ്. പുതിയൊരു ഗെയിമൊന്നുമില്ല, റോബ്ലോക്സ് ഒക്കെ തന്നെയാണ്. പക്ഷേ ഒറ്റൊരു കാര്യം മാത്രമേ നമ്മൾ റോബ്ലോക്സിൽ മാറ്റിയിട്ടുള്ളൂ. എന്താ പറഞ്ഞാൽ വേറെ ഒരു ഗെയിമാണ് നമ്മൾ ഇന്ന് കളിക്കാനായിട്ട് പോകുന്നത്. ഏത് ഗെയിമാണെന്ന് പറഞ്ഞാൽ സ്റ്റീൽ ബ്രെയിൻ റൂട്ട് എന്ന് പറയുന്നത് ഗൈസ്. ഇപ്പം എല്ലാവരും കളിക്കുന്ന ഒരു കിണ്ണം കാശി പൊളി ഗെയിമാണിത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെറ്റായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. ഇനി തൊട്ട് ഈ ഗെയിമിൻ്റെ വീഡിയോകളും കാണും. പിന്നെ നമുക്ക് ഇതിൽ നിർത്താനുള്ള എന്തൊരു സ്ട്രോബെറി എലിഫൻ്റ് എന്ന് പറഞ്ഞ ഏതോ ഒരു ബ്രെയിൻ റൂട്ടിനെ വാങ്ങിച്ചാലേ ഇതിൽ നിർത്താൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ എനിക്ക് അത്ര അങ്ങ് വീഡിയോ ഇടാൻ പറ്റത്തില്ല റോബ്ലോക്സിൻ്റെ. എന്താണെന്ന് വെച്ചാൽ കുറേ അങ്ങ് വീഡിയോ ഇടാനായിട്ട് എനിക്കിഷ്ടമല്ല ഗൈസ്. റോബ്ലോക്സ് അത്ര അങ്ങോട്ട് ഇഷ്ടമൊന്നും അല്ല, എന്നാലും കയറ്റി ഇട്ടേക്കുന്നതേ ഉള്ളൂ. എപ്പോഴെങ്കിലും ബോർ വരുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് കളിക്കാൻ വേണ്ടിയാണ് ഞാൻ ഗൈസ് കയറ്റി ഇട്ടേക്കുന്നത്. നമ്മളെ കയ്യിൽ ഇപ്പം 100 രൂപയാണ് ഗൈസ് ഉള്ളത്. രൂപയല്ല, ഡോളറാണ് നമ്മളെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. പിന്നെ കുറേ അങ്ങ് വരുമ്പോഴത്തേക്ക് സെറ്റ് ആകുമായിരിക്കും. എനിക്കൊന്നും അറിയത്തൊന്നുമില്ല. നമുക്ക് നേരെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇതുവരെ കളിക്കാത്തൊരു ഗെയിമാണിത്. ഒന്ന് നൂബ് മാസ്റ്റർ കളിച്ചപ്പോൾ നോക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാമല്ലോ ഗൈസ്. ഓക്കെ, ഇവിടെ ബയ്യ നൂബിനി പിസ്സാനിനെ വാങ്ങിക്കാനാണോ പറയുന്നത്? നൂബിനി. ഓക്കെ, നൂബ് മാസ്റ്റർ. അപ്പോൾ നമുക്ക് ഇവനെ നൂബ് മാസ്റ്റർ എന്ന് വിളിക്കാം ഗൈസ്. നമുക്ക് ഇവനെ ഒന്ന് വാങ്ങിക്കാം. ഇവനാണോ പർച്ചേസ് ചെയ്യുന്നത്? പോണ് ഗൈസ്, പോണുണ്ട്. ഇപ്പോൾ നൂബിനി പിസ്സാനിന് പോവും ഗൈസ്. നമ്മളെ ബേസിലോട്ട് വന്ന് ഇതാണ് നമ്മളെ ബേസ്. മോനെ, നമ്മളെ പേരൊക്കെ ഇത് കാണിക്കുന്നുണ്ട്. ബില്ലി ബോയ് എന്നാണ് നമ്മളെ പേര് ഇതിൻ്റെ അകത്ത് ഇട്ടേക്കുന്നത്, ബില്ലി ബോയ്. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മളെ ചാനലിൻ്റെ പേരൊന്നും ഇടാൻ പറ്റിയില്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത്തുള്ള പേരാണ്. ഇതിനാരെങ്കിലും സ്റ്റീലെ ബ്രെയിൻ റൂട്ട് എന്നല്ലേ ഗൈസ് ഇതിൻ്റെ പേര്? നമുക്ക് അടിച്ചുകൊണ്ടൊക്കെ പോകാൻ പറ്റുമോ? അതും എനിക്കറിയത്തില്ല. ഇവിടെ ഇങ്ങനെ ബേസൊക്കെ ലോക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കും ബേസൊക്കെ ലോക്ക് ചെയ്യാം. നമുക്ക് ഒരെണ്ണത്തിന് ഫസ്റ്റ് അടിച്ചുകൊണ്ടങ്ങ് വന്നാലേ ഗൈസ്. എനിക്ക് അടിച്ചോട്ട് വരാനൊന്നും അറിയത്തില്ല. എന്തൊരു ഗൈസ്? വേറെ ഇങ്ങിയാങ് സ്പിന്നെന്നൊക്കെയാണ് എഴുതി കാണിച്ചേക്കുന്നത്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഒന്നും അറിയത്തില്ല. ഇതിൽ നിന്ന് നമുക്ക് പൈസ കിട്ടും ഗൈസ്. ഇതിൽ നമുക്ക് പൈസ കിട്ടും. ഈ ഒറ്റൊരു വീഡിയോ കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇച്ചിപ്പൂലം ഒന്ന് ഡെവലപ്പായി വരുമായിരിക്കും. ഓക്കെ, നമ്മളെ കയ്യിലിപ്പം $131 ഉണ്ട്. സ്റ്റീലെ ബ്രെയിൻ റൂട്ട് ഫ്രം അതർ പ്ലെയേഴ്സ് ആൻഡ് ബ്രിങ് ദം ബാക്ക്. ഓക്കെ ഗൈസ്, ഇവന്മാരെ എന്നൊക്കെ നമുക്ക് ബ്രെയിൻ റൂട്ടിനെ അടിച്ചുകൊണ്ട് പോകാനൊക്കെ പറ്റും. നമുക്ക് നല്ലൊരു കിടിലം ബ്രെയിൻ റൂട്ടിനെ നോക്കാം. ബല്ലറീന കാപ്പുച്ചിന. ഗൈസ്, എല്ലാവരും ഉണ്ട് ഗൈസ് ഇതിൻ്റെ അത്. ബല്ലറീന കാപ്പുച്ചിന ഉണ്ട്, തും സഹൂറുണ്ട്, എല്ലാവരും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ത്രലലൊക്കെ കാണും. നമുക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കാം ഗൈസ്. ചിലപ്പോൾ ത്രലല ഇവർക്കൊക്കെ പൈസ കൊടുത്താണ് ഗൈസ് നമ്മൾ വാങ്ങിക്കുന്നത്. ഇപ്പം നമ്മളെ കയ്യിൽ ആകെ കുറച്ച് പൈസ ഉള്ളൂ. അതൊക്കെ വെച്ച് ആരൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നോ അവരൊക്കെ ഞാൻ വാങ്ങിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ആരെയും വാങ്ങിക്കുന്നതൊന്നുമില്ല. നമുക്ക് കുറച്ച് നൂബിനി പിസ്സാനിനെ അങ്ങോട്ട് വാങ്ങിച്ചേക്കാം. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ടാണ് ഗൈസ്. ഇച്ചിക്കൂടെ ഒന്ന് ഡെവലപ്പായി വരുമ്പോൾ സെറ്റായിക്കോളും. ലെറ്റ്സ് ഗോ. ഇവിടെ ഒന്നും അടുത്ത് ഇതാരാ? ടീം ചീസ്. ഈ ബ്രെയിൻ റൂട്ടിനെ എനിക്ക് അറിയത്തില്ല. ടീം ചീസ് എന്നാണ് അവൻ്റെ പേര്. ലെറ്റ്സ് ഗോ. ഇവർ എല്ലാവരും പൈസ ഒക്കെ തരുന്നുണ്ട്. ഇവർ നമുക്ക് സെല്ല് ചെയ്യാനും പറ്റും കേട്ടോ. സെറ്റ് പൊളി. പക്ഷേ ഇതൊരു ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് വീഡിയോ ഇട്ട് കണ്ടുടങ്ങിയാൽ മതി. എന്താണെന്ന് വെച്ചാൽ ഞാനൊന്ന് പഠിച്ചു വരുന്നതേ ഉള്ളൂ. എന്നാലും പഠിക്കുന്നതും കൂടെ നിങ്ങളൊന്ന് കണ്ടോ. നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് തുടക്കം വരുന്നതെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടേ തുടക്കം ഇടാവൂ. ലെറ്റ്സ് ഗോ. ഗൈസ്, നമുക്ക് ഇനിയിപ്പം ഇത് നൂബിനി പിസ്സാനിൻ്റെ നമുക്ക് കുറച്ച് പൈസ ഒക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് പറ്റുമെങ്കിൽ ടീം ചീസിന് വാങ്ങിക്കാം ഗൈസ്. ടീം ചീസിന് എത്ര രൂപയാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ നോക്കിയില്ല. ഓക്കെ, നമുക്ക് ബിർബിർ പാത്തപ്പിയും ആണ് ഗൈസ്. 15K ഗൈസ്. നമ്മൾ K ഒന്നും എത്താറായില്ല ഗൈസ്. K എത്തിക്കഴിഞ്ഞാൽ ഭാഗ്യമുണ്ട് ഗൈസ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ തന്നെ എങ്ങനെയെങ്കിലും K ഒക്കെ എത്തിക്കണം എന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ വെച്ച് ലെങ്ത്തൊക്കെ കാണും ഗൈസ്. വെറുതെ എന്നപ്പോൾ ഒന്ന് ഇട്ടാണ്, അതുകൊണ്ട് നല്ല ലെങ്ത്താണ്. വെയിറ്റ് ഗൈസ്. ഇതിപ്പം
343 രൂപയായിട്ടുണ്ട്. അത് വെച്ച് ടീംസ് ഇതെന്തിരി ഗൈസ്, ഇതെന്തിരി പെട്ടെന്ന് എന്തിനാ മോഡൊക്കെ മാറി. ഈ സ്പിന്നറും അതേ കണക്കായിരുന്നല്ലേ നേരത്തെ ഗൈസ്. ഇതിൻ്റെ മണ്ട ഇങ്ങിയാങ്ങെന്ന് എഴുതിയിട്ടുണ്ട്. എനിക്കൊന്ന് ഗൈസ് ഇത് ഇങ്ങിയാങ് എന്ന് പറയുന്ന വല്ല ഇവൻ്റ് വേണം. അതേ കണക്കത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സംഭവമൊക്കെ പോണു ഗൈസ്. ഡേ എന്തോ ഇവൻ്റാണ് കേട്ടാ ഗൈസ്. ആരാ എൻ്റെ നൂബിനെ പിടിച്ചാൽ എന്നെ സ്റ്റീൽ ചെയ്ത് ഗൈസ്. അയ്യോ ഗൈസ്, പൈസ കൊടുത്ത് ആർക്കും വാങ്ങിക്കാൻ വയ്യ ഗൈസ്. സ്റ്റീൽ ചെയ്ത് തന്നെ എടുക്കണം. അടുത്ത ചെറുക്കാനും പോവാണ് ഗൈസ് സ്റ്റീൽ ചെയ്യാൻ. എനിക്ക് ആകെ ഉള്ളത് ഈ നൂബിനി പിച്ചാനീന് മാത്രമേ ഉള്ളൂ ഗൈസ്. വല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാധനം വല്ലതും വരികയാണെങ്കിൽ നമുക്ക് വാങ്ങിച്ചാലോ? അതിനുള്ള പൈസ നമ്മളതിലുണ്ടോ? ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീം ചീസ് വന്നാൽ മതിയായിരുന്നു ഗൈസ്, വാങ്ങിക്കാൻ പറ്റുമായിരുന്നു. അതിൻ്റെ അകത്ത് നിന്ന് എക്സ്ട്രാ വല്ല പൈസയും കിട്ടുമോ? അതാണ് എനിക്കറിയാത്ത. ടീം ചീസിന് $500 ഗൈസ്. $500 നമ്മളെ ലാവാറായി 500 ഗൈസ്. 501 ആയിട്ടുണ്ട്. നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീം ചീസ് വരും നോക്കാം. സാരി ചിമ്പാൻസിനി പോലെ ഗോൾഡ് സംഭവം ഗൈസ്. എത്ര രൂപ? 50K ഗൈസ്. 50K ആണ് ടീം സീസൺ. പോലെ ഗൈസ് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കുറേ കളിച്ചാലേ കിട്ടൂ ചിലപ്പം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീം ചീസ് എന്തിന് ഗൈസ്? $500 ഗൈസ്. $500 കൊടുത്ത് വാങ്ങിച്ച് $2 ബാക്കി കിട്ടിയത് ഗൈസ്. $2 നല്ലത്. നമുക്ക് ഇനിയിപ്പോൾ പെട്ടെന്ന് അടയ്ക്കാം. ടീം ചീസിച്ച് ഒരു 10K എങ്കിലും തന്നാൽ മതിയായിരുന്നു. ഇതിൻ്റെ അകത്ത് പെട്ടെന്ന് പൈസ ആവുന്നുണ്ട് ഗൈസ്. ടീം ചീസിന് മോനെ പൊളിച്ച്. ടീം ചീസിന് പെട്ടെന്ന് പൈസ ആവുന്നുണ്ട്. നമുക്ക് പറ്റുമെങ്കിൽ ഒരു 10K ആക്കാം ഗൈസ്. 10K ആക്കിയിട്ട് ഏതെങ്കിലും ഈ സാധനം ഉണ്ടാകുന്ന നോക്കാം. ഇതൊക്കെ 10K ആണോ ഗൈസ്? ക്യാപ്പുച്ചീനോ അസസിനോ 10K സംഭവമാണ് ഗൈസ്. പൊളിച്ച് 10K കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാപ്പുച്ചീനോ അസസിനോ വാങ്ങിക്കാം ഗൈസ്. ലെറ്റ്സ് ഗോ. നെക്സ്റ്റ് ടീം ചീസാണിത്. ഇതാരാ? PP പൊട്ടാറ്റോ. നല്ല പേര്. ഇതാരാണ്? ബൊണ്ടിറ്റോ ബർബറിറ്റോ. ലിരിലിയിലല്ല ഗൈസ്. വാങ്ങിക്കാൻ പറ്റൂല. ഗൈസ് വാങ്ങിക്കാനുള്ള ലിരിലിയിൽ അരിഞ്ഞാൽ പോലും വാങ്ങിക്കാനുള്ള പൈസ നമ്മളെ ഇല്ല. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്തു പൈസറാ എന്തൊക്കെ കിടില് സംഭവക്ക മോനെ. ഇത് എടുത്തേ പറ്റൂ ഗൈസ്. നമ്മൾ ഉറപ്പായിട്ടും എടുത്തിരിക്കും ഗൈസ്. ഇവൻ്റെ ബേസ് ഇത് ആരെ ബേസാണെന്ന് എനിക്ക് അറിഞ്ഞു പറ്റും. ഇവൻ്റെ ബേസാണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് എടുക്കാം ഗൈസ്. ഏതെങ്കിലും ഒരു സാധനം എടുക്കാം. ആ ഡോൾഫിൻ്റെ കണക്കിൽ ഇരിക്കുന്ന ആ സാധനം എടുക്കാം. അയ്യോ ഡോൾഫിനെ വാടാ. ഓടറോ. ഗൈസ് പിടിച്ച് ഗൈസ്. നമുക്ക് ഡോൾഫിനെ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഒന്ന് പ്രൊഫഷണലൊക്കെ ആവാൻ നോക്കിയാണ്. പക്ഷെ പണി പാളി. നമ്മളെ തലകുത്തനെ നിർത്തി ഗൈസ്. നമുക്ക് റീസ്പോൺ അടിക്കാം. അയ്യോ എൻ്റെ ടീം ചീസിനെ ആരാ അടിച്ചോണ്ട് പോണ്? ടീം ചീസിനെ ആരാ അടിച്ചോണ്ട് പോടാ? ഗൈസ് നമ്മളെ ടീം ചീസ് കൊണ്ടുപോയി ഗൈസ്. ഇതാണ് ഗൈസ് പ്രശ്നം എന്ന് പറഞ്ഞാൽ. ഇതെന്തരി ഗൈസ്? എന്തെല്ലാം ഞാൻ പിടിച്ച് നെക്കിക്കൊടുത്ത്. റീബർത്താ ഇതിൻ്റെ അകത്തുണ്ടാ? റീബർത്ത് ഗൈസ് ഇതിൻ്റെ അകത്തുണ്ട് ഗൈസ്. റീബർത്ത് പാളി. ഇനി റീബർത്ത് ചെയ്യാൻ 1 മില്യണാ വേണ്ടത്. 1 മില്യണാ ഇപ്പോൾ ഉണ്ടാക്കി തരാം ഗൈസ്. കുറേ നേരം എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് 1 മില്യണൊക്കെ ഉണ്ടാക്കാനായത്. ഒരു കേങ്കിലും ആയ അടിച്ചാൽ മതിയായിരുന്നു ഗൈസ്. ഏതാ ലിരിലീല ഓർക്കലീലല്ലാതാവുന്നുണ്ട്. ഏതാ അടുത്ത ഒരു സാധനം. ഈ സാധനത്തിനെ കൂടെ വാങ്ങിക്കാം. ട്രിപ്പി എന്നാണ് ഗൈസിൻ്റെ പേര്. ഇതിനെ വാങ്ങിക്കാനുള്ള പൈസ ഇല്ല. അടുത്തൊരു ലില്ലിലെല്ലാം കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അടുത്ത നൂബിനി പിച്ചാനിനി ഇങ്ങനെ കൊള്ളാത്ത സാധനത്തിനൊക്കെ വാങ്ങിച്ച് നമ്മളെ പൈസ കളയുന്നല്ലാതെ
വേറെ ഒന്നും ചെയ്യല്ല ഗൈസ്. ഒരു ലില്ലി ലൈലേ കൂടെ ഇരിക്കുന്നു, നമുക്ക് അതിനെ കൂടെ വാങ്ങിക്കാം. എന്ന് വെച്ചാൽ ഇതൊക്കെ എനിക്കൊന്നും കൊള്ളാത്ത സാധനങ്ങളാണെന്ന്. പൈസ ഇട്ടുമ്പോൾ കിട്ടട്ടെ ഗൈസ്. ആ 30 രൂപയൊക്കെയാണ് ഗൈസ് കിട്ടുന്നത്. പൈസയൊക്കെ 30 രൂപയൊക്കെയാണ് പൈസ. ഓക്കേ ഗൈസ്, ഉറപ്പായിട്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഇതിൽ അത്ര അങ്ങ് കൂടുതലായിട്ട് സമ്പാദിക്കുന്നില്ലെങ്കിലും നമ്മളൊരു 1K കഴിഞ്ഞാലേ ഇന്നത്തെ വീഡിയോ നിർത്തത്തുള്ളൂ. എങ്ങനെയെങ്കിലും അതെന്തൊരു ഇവിടെ ഫ്രിഗുക്കമേലോ അല്ലേ അത്? ഇത് ഫ്രിഗുക്കമേലോ അല്ലേ? ഇതിന് എത്ര രൂപ ഗൈസ്? നമുക്കൊന്ന് വാങ്ങിച്ചാൽ ഗൈസ്. ഫ്രിഗുക്കമേലേക്ക് കുറേ പൈസ ഉണ്ട് ഗൈസ്. മോനെ ഫ്രിഗുക്കമേലേക്ക് അത്ര അങ്ങ് വളർന്നു പോയി ഗൈസ്. ഫ്രിഗുക്കമേലേക്ക് അത്രയും വളർന്നു. അത്രയൊക്കെ ആയെങ്കിൽ നമ്മൾ അതിനെ വാങ്ങിച്ചിട്ട് നടക്കുകയും. ഫ്രിഗുക്കമേലാണ് ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് തോന്നുന്നു ഗൈസ് കിട്ടുന്നത്. എനിക്കൊന്നും അറിയത്തില്ല. ഇവിടെ ഷോപ്പ് ഉണ്ടല്ലോ ഗൈസ്. ഊടാ ഇതൊക്കെ വാങ്ങിക്കാടാ, ഇതൊക്കെ വാങ്ങിക്കാം കേട്ടോ. സ്ലാപ്പൊക്കെ വാങ്ങിക്കാം. കോയില് മറ്റേ ഓടുന്ന സാധനം കോയില് അതും വാങ്ങിക്കാം കേട്ടോ. സെറ്റ് പൊളിച്ച് എല്ലാം വാങ്ങിക്കാം ഗൈസ്. കോയിലൊക്കെ വാങ്ങിക്കാം നമുക്ക്. സെറ്റാണ്. ഇനി നമ്മൾ വീണ്ടും കുറേ ലിരില ഓർക്കല്ലാണ് ചോദിച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇങ്ങനെ പൈസ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പൈസ കളക്ട് ചെയ്ത് ഇനിയിപ്പം 1K പോലെ 1K അടിച്ചടാ. ഇതിന് വാങ്ങിക്കാൻ പറ്റൂല. ഇല്ല പറ്റൂല. അതുപോലെ 4K ആണ്. 1K അടിച്ച് 1K അടിച്ചടാ മക്കളെ. 1K അടിച്ച് ഗൈസ്. ഏതെങ്കിലും കിടിലം ചിന്നാശി സാധനത്തിന് നമുക്ക് വാങ്ങിക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ എല്ലാത്തിനെയും വിൽക്കാം ഗൈസ്. 1K ഒക്കെ അടിച്ചതല്ലേ ഗൈസ്. ഒരു കിടില സാധനത്തിന് വാങ്ങിക്കുമ്പോൾ എല്ലാത്തിനും അങ്ങ് വിറ്റ് കളയാം. അങ്ങനെ പോവാം ഗൈസ്. ഒരു കോമൺ സാധനത്തിന് കിട്ടിയിട്ടുണ്ട്. എന്നാലും കോമണൊക്കെ ആണെങ്കിലും സെറ്റ് സംഭവമാണെന്നാണ് തോന്നുന്നത്. ഒരു 1K എങ്കിലും തന്നാൽ മതിയായിരുന്നു ഗൈസ്. ഇവന്മാർ പൈസ ആയിരുന്ന നോക്കിയിട്ട് നമ്മൾ ഇതിനൊക്കെ മാറ്റൂ. പൈസ ആയിരുന്നു നോക്കിയിട്ട് ഇതിനൊക്കെ സെല്ല് ചെയ്യൂ. ഇവ 100 തന്നെയാണ്. പെട്ടെന്ന് 100ആണ് വരുന്നത്. അപ്പോൾ ഇവന്മാരൊന്നും ഇതാക്കണ്ട ഗൈസ്. റിമൂവ് ആക്കണ്ട. കുറച്ച് നല്ല പൈസ കിട്ടുന്നവരെ നമുക്ക് ഇവന്മാരൊന്നും റിമൂവ് ആക്കണ്ട ഗൈസ്. ഒരു 20K ആയിട്ട് സെറ്റാക്കാം നമുക്ക്. പൊളിയായിരിക്കും ഗൈസ്. ലെറ്റ്സ് ഗോ. ഇതൊന്നും വലിയ പൈസ അല്ലാന്ന് എനിക്കറിയാം. 1 മില്യണൊക്കെ എത്തുമ്പോഴായിരിക്കും സെറ്റ്. ഇതിപ്പോൾ നമ്മൾ തുടങ്ങിയോണ്ടാണ് ഗൈസ്. ഇപ്പോൾ നമ്മൾ തുടങ്ങിയോണ്ട് മാത്രമാണ് ഗൈസ്. ഇതിൽ നിലയൊക്കെ വെക്കാൻ പറ്റുമോ ഗൈസ്? നിലയൊക്കെ വരുമോ? ഇവന്മാർക്ക് 2 നില ഗൈസ്. കണ്ട നമുക്ക് നിലയൊക്കെ ഇടോ. ഇതിൻ്റെ അകത്ത് കയറോ? അതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ടുണ്ടോ മൂന്ന്? ഏത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൊളി സംഭവം. ദ്വാരബീസറോ? കുറെ ആൾക്കാർക്കൊക്കെ സെറ്റ് സംഭവങ്ങളാണെന്ന് തോന്നി കേട്ടാ. ഇവൻ്റെ ബേസിലുള്ള മറ്റേ സാധനം ഇവൻ്റെ അടുത്ത് മണ്ട വെച്ചെന്നാണ് തോന്നുന്നത്. നമുക്ക് പറ്റുമെങ്കിൽ പൊട്ടിക്കാം. ഇല്ല ഗൈസ്, മണ്ട വെച്ചിട്ടില്ല. ഗൈസ് ഒരു ഭാഗ്യം കിട്ടിയത് അതും. ഗൈസ് ഒരു ഇങ്ങാങ്ങിൻ്റെ സംഭവം കിട്ടി ഗൈസ്. കിട്ടി. ഈ മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ സംഭവം കിട്ടി ഗൈസ്. പെട്ടെന്ന് ലോക്കി പുതിയ സംഭവം കിട്ടി ഗൈസ്. മോനെ 1K വേറെ സംഭവം കിട്ടി. മോനെ പൊളിച്ച് കേട്ടാ. അയ്യോ ഇതെന്താ ഹാങ് ഗൈസ്. നമുക്ക് കുറേ പൈസയൊക്കെ കിട്ടുന്നുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് 1K ഒക്കെ ആയി ഗൈസ്. പൊളിച്ച് നമ്മളതിൽ ഇപ്പോൾ 4K മോനെ 4K റുപ്പീസ് ഗൈസ്. റുപ്പീസ് അല്ല ഡോളർ ഗൈസ്. പൊളിച്ച് കേട്ടാ. ഫുള്ള് മുരിപ്പൊളി തന്നെ ഗൈസ്. നമുക്ക് ഈ സംഭവങ്ങളൊക്കെ കിട്ടിയപ്പോൾ കുറേ പൈസ അങ്ങ് കൂടി ഗൈസ്. അങ്ങ് പോയി. എല്ലാ പൈസ നമുക്ക് കൂടിയിരിക്കുന്നു ഗൈസ്. ഒരു 6K ആണ് നമ്മളെ കയ്യിലിരിക്കുന്നത്. 17K ആണ് ഇതിന്. 17K. വേറെ ഫ്ലൂറിലാല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ള ഒരു സംഭവമുണ്ട്. പിന്നെ ഗൈസ് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒറ്റൊരു സംഭവം പോലും വേണ്ട. ഇതിനൊക്കെ നമുക്ക് സെല്ല് ചെയ്ത് കളയാം ഗൈസ്. എല്ലാത്തിനും നമുക്ക് സെല്ല് ചെയ്ത് കളയാം. നമ്മൾ ഇനിയിപ്പം
മറ്റേ ഇതായിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ എടുക്കത്തുള്ളൂ. ഭയങ്കര വിലയൊക്കെ കിട്ടുന്ന സംഭവങ്ങളെ നമ്മൾ ഇനി എടുക്കത്തുള്ളൂ ഗൈസ്. ഗൈസ് ഓക്കെ സെറ്റായിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും നമ്മൾ കളഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇച്ചി കൂടെ അതിൽ നല്ല പൈസ ഉള്ള സംഭവത്തിനെയൊക്കെ എടുത്തിട്ട് സെറ്റാക്കാം. ലെറ്റ്സ് ഗൈസ് ഇതിനെല്ലാത്തിനും നമ്മൾ വിറ്റ് കളയുന്നതാണ്. ഇതിനെല്ലാത്തിനും നമ്മൾ വിറ്റ് കളയും. നമ്മളെ ഇപ്പം 6K ആണ് ഗൈസ് ഉള്ളത്. പൊളിച്ചെന്ന് പറഞ്ഞാൽ അപാരമായിട്ട് നമ്മൾ പൊളിച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. നമുക്ക് ഈ 2 സാധനത്തിൽ നിന്ന് നല്ല വിലയാണ് കിട്ടുന്നത്. നല്ല തുക കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇപ്പം നമ്മളെ 10K അങ്ങാണ്ടുണ്ട്. നമുക്ക് ക്യാപ്പുച്ചീനോ അസസീനോട് വയ്ക്കാനുള്ള പൈസ കിട്ടോ. ക്യാപ്പുച്ചീനോ അസസീനോട് വെച്ച് പൊളി ഗൈസ്. ഞാൻ ക്യാപ്പുച്ചീനോ അസസീനോ വില കൂടിയ ഒരു സംഭവത്തിന് വെച്ച് പൊളി ഗൈസ്. പൊളി എപ്പിക്കാണ് ഗൈസ് ഇത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെയും കൂടെ അങ്ങ് വിറ്റാളായ ഗൈസ്. എന്താന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല എപ്പിക്കായിട്ടുള്ള ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. ഇനി എന്തിനാണ് ഗൈസ് നമുക്ക് ഇതൊന്നും നമുക്ക് ഇനി ഒറ്റൊരാവശ്യം പോലും ഇല്ല. എപ്പിക്കാണ് ഗൈസ് നമ്മളെ കയ്യിലിരിക്കുന്നതോ. പൊളിച്ചിതോ 1K പടാന്ന് പറഞ്ഞാണ് കയറുന്നത്. പൊളി. ഇനിയിപ്പോൾ 7K ആണ് നമ്മളെ കയ്യിലുള്ളത്. ഇവിടെ ഒരു ഗ്യാങ്സ്റ്റർ ഫുറ്റർ റയർ സംഭവം ഉണ്ട്. അതിനെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. മോനെ എനിക്കങ്ങ് പൈസ കൂടിപ്പോയോന്ന് എനിക്കൊരു ഡൗട്ട് ഗൈസ്. ത്രിപ്പി എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവം അതും വാങ്ങിച്ച്. ഇനി തെറ്റേറ്റ സൗർ അല്ല താത്താത്ത സൗറ. താത്താത്ത സൗർ എന്ന് പറഞ്ഞ വേറൊരു സംഭവം. അങ്ങനെയൊക്കെ എല്ലാ സംഭവങ്ങളുണ്ട്. നമുക്ക് അടിച്ചു പറ്റായിരുന്നു ഗൈസ്. പക്ഷെ പറ്റിയില്ല. കിച്ചി ആക്രാന്തം കൂടിപ്പോയി ഗൈസ്. എന്ന് പറഞ്ഞാൽ കുറേ സംഭവങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് പൊളിയാണ്. സെറ്റ് ഗൈസ്. നമ്മളെ കയ്യിലിപ്പോൾ ഉള്ള പൈസ നോക്ക് ഗൈസ്. ത്രിപ്പിത്രോപ്പിനെയൊക്കെ കിട്ടിയപ്പോൾ ത്രിപ്പി ഗ്യാങ്സ് അതിനെയൊക്കെ കിട്ടിയപ്പോൾ നമുക്ക് പൈസ കിട്ടിയിലായിട്ടും കൂടിയിട്ടുണ്ട്. ഓക്കെ ഇവിടെ വേറെ സംഭവം ഫ്രീക്കൊക്കെ അടിച്ചു വെച്ചാൻ പറ്റിയില്ല. ഈ ബേസ് ഒന്ന് അൺലോക്ക് ആക്കാം. നമുക്ക് ഫ്രീക്കൊക്കെ അടിച്ചു വെച്ചാം. ലെറ്റ്സ് ഗോ. ഫ്രീക്കൊക്കെ ഗൈസ്. ഫ്രീക്കൊക്കെ ഇതെന്തൊരു തെറ്റേറ്റ സൗറോ. അയ്യോ ഇതൊക്കെ ഏത് ബ്രെയിൻ റൂട്ടറോ മോനെ. പൊളിച്ച് ഗൈസ്. നമുക്ക് ഇതിനെ അടിച്ചു മാറ്റിയേ പറ്റത്തുള്ളൂ. ഉറപ്പായിട്ട് നമ്മൾ ഇതിനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും ഗൈസ്. ഇതിനെ നമ്മൾ അടിച്ചു മാറ്റി കഴിഞ്ഞാൽ നമുക്കുള്ള വില പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമുക്കൊരു 10K ഒക്കെ കിട്ടുമായിരിക്കും ഒറ്റയടിക്ക്. അയ്യോ ഗൈസ് നമുക്ക് ഒറ്റൊരു സംഭവത്തിന് മതി ഗൈസ്. ഇവന്മാരത്തൊന്ന് ചോദിച്ചു നോക്കിയാൽ നമ്മൾ ന്യൂബാണ്. നമുക്കൊരു സംഭവം തരുമെന്ന് ചോദിച്ചു നോക്കാം ഗൈസ്. അല്ലാതെ നടക്കത്തില്ല ഗൈസ്. നമുക്ക് വേണം. അപ്പോൾ ഈ ബമ്പംബീനി ഗുസീനിയ ഈ സാധനത്തിന് എങ്ങാനും മതി. ഇതിനെ കിട്ടിയാലും പ്രശ്നമില്ല ഗൈസ്. ഈ ബമ്പംബീനി ഗുസീനി എങ്ങനെ നാടാ. പ്ലീസ് ഐ വാണ്ട് പ്ലീസ് ഗീവ് മീ എന്നൊന്ന് ചോദിച്ചു നോക്കാം. പ്ലീസ് ഗീവ് മീ. ഐ ആം എ നൂബ്. പറയാതെ പറ്റത്തില്ല ഗൈസ്. പ്ലീസ് ഗീവ് മീ ഐ ആം എ നൂബ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കിട്ടിയാൽ മതി ഗൈസ്. പ്ലീസ് ഗീവ് മീ ഐ ആം എ നൂബ്. Please give me I am a noob. Please give me I am a noob. Please give me bro. Please give me I am a noob bro. ഗൈസ് നമുക്ക് ഇതിനെ കിട്ടിയാൽ നമുക്ക് ഒരു ദിവസത്തെ ഉറക്കം പോലും വേണ്ട ഗൈസ്. അത്രയും പൈസ ഗൈസ്. നമ്മൾ ക്യാപ്പുച്ചീനോ അസസീനോനെ ആരാ അടിച്ചുകൊണ്ട് പോയി ഗൈസ്. എങ്ങനെയെങ്കിലും നമുക്ക് ഈ സംഭവത്തിൽ പ്ലീസ് ഒന്ന് ചോദിച്ചു നോക്കാം ഗൈസ്. ഒന്നും കൂടെ ചോദിച്ചു നോക്കാം ഗൈസ്. പിന്നെ അവൻ അടിച്ച് ഗൈസ് ബേസ്. പിന്നെ അവൻ അടച്ച്. എനിക്ക് വേണം ഗൈസ്. എനിക്ക് വേണം ഗൈസ്. I am a noob boy. Please give me. I am a noob. Noobini പിച്ചാലിന്
ഗൈസ് ഇതിന് ഒരെണ്ണത്തിനെ കിട്ടിയ നമ്മളെ ജീവിതം സുഖം സുന്ദരം വാസന കഴിക്കും ഗൈസ്. സുഖം സുന്ദരം വാസന. നമുക്ക് ഇതിന് ഒരെണ്ണത്തിന് തന്നാൽ മതി ബ്രോ. ഒരെണ്ണത്തിന് താ ഗൈസ്. ഒരെണ്ണത്തിന് താ ഗൈസ്. ഗൈസ് അപ്പുറത്തെ വയസ്സിൽ തുറന്നിട്ടേക്കുന്നു ഗൈസ്. അപ്പുറത്തെ വയസ്സിൽ ആരാ തുറന്നിട്ടേക്കുന്നു? തുറന്നു തന്നെ വെച്ചേക്കുന്നു. പെട്ടെന്ന് റീസ്പോണാവും. അയ്യോ അപ്പുറത്തെ വയസ്സ് ആരാ തുറന്നു തന്നെ വെച്ചേക്കുന്നു ഗൈസ്. ഓ തുറന്നു തന്നെ വെച്ചേക്കുന്നു. ആ ബേസ് തുറന്നു തന്നെ വെച്ചേക്കുന്നു. പ്ലീസ് റാ. എവിടാ ബേസ് തുറന്നു തന്നെടാ വെച്ചേക്കുന്നത്. പ്ലീസ് റാ. ഞാൻ ഏത് ബേസിലായിരുന്നു കയറിയത്? എടാ ഏതാ ബേസ് തുറന്ന് തന്നെ വെച്ചേക്കുന്നടാ. എനിക്ക് അതിന്ന് വേണോടാ. പ്ലീസ് റാ. താടാ. അയ്യോ ഗൈസ് ബേസാണ് ഗൈസ്. ഓട് ഗൈസ്. ഓട് പ്ലീസ് ഗൈസ്. ബാക്കിലോട്ട് എടാ ഭിത്തിക്ക് സംഭവങ്ങളെല്ലാം എല്ലാരും അടിച്ചോണ്ട് പോയടാ. എല്ലാണോ അടിച്ചോണ്ട് പോടാ. അതിൻ്റെ അതോളം ഭിത്തിക്ക് സംഭവങ്ങളെല്ലാം എല്ലാണോ അടിച്ചോണ്ട് പോടാ. പെട്ടെന്ന് അടച്ച് ഗൈസ്. നമ്മളെ കയ്യിലുള്ള എല്ലാം നമ്മൾ കൊണ്ടുപോയി കളയും. ഇവിടെ ഇതെന്തൊരു തൊണ്ട വയ്യ ഗൈസ്. നമ്മളെ ഇത് ഈ പ്രാവശ്യം ഒരു പ്രാവശ്യം കൂടെ നമ്മൾ കയറാൻ നോക്കും. ഇത് കഴിഞ്ഞ് നമ്മളെ വീഡിയോ നേരെ അങ്ങ് വൈൻഡപ്പ് ചെയ്യാണ്. കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ കയറാൻ പോണത്. നമ്മളെ ബേസ് പോലെ നമ്മൾ നോക്ക് ചെയ്തിട്ടില്ല ഇതുവരെയും. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. ഒരു റൈനോ ടോസ്റ്ററീനോ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പിന്നെ ലേരുലേ എന്തരാ പറഞ്ഞൊരു സംഭവം കൂടെ ഉണ്ട്. ഏതെങ്കിലും ഓർമ്മ എന്താടാ? ഞാൻ ലരിയിലോ എന്ന് പറഞ്ഞ സംഭവത്തിന് എങ്ങാണ്ട് എടുക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തന്നാലും മതി ബ്രോ. പ്ലീസ് ബ്രോ. ഞാൻ വെളിയിലോട്ടൊന്ന് ഇറങ്ങിയിട്ടോട്ട് ബ്രോ. ഇതെന്തരാണ് ബ്രോ? ട്രാപ്പാണോ ബ്രോ? എന്തരാണോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ബ്രോ. എനിക്കൊരു മറ്റേ റൈനോ എന്ന് പറഞ്ഞ ഒരു സംഭവത്തിനെങ്കിലും എന്താ ബ്രോ. പ്ലീസ് ബ്രോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് കൊഞ്ചിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ പറ്റൂല ബ്രോ. എന്തിനാണ് ബ്രോ? പ്ലീസ് ബ്രോ. ഞാൻ ഈ ഒരു സംഭവത്തിന് മാത്രം ഒന്ന് എടുത്തോട്ട് ബ്രോ. പ്ലീസ് ബ്രോ. എൻ്റെ പൈസയാണ് ബ്രോ അത്. പ്ലീസ് ബ്രോ. കിട്ടട്ടെ ബ്രോ. പ്ലീസ് ബ്രോ. മോനെ കേറ്. കിട്ടിയോ? സാറ് കിട്ടി. ഇതിനൊക്കെ വിറ്റുകളല്ലോ ഗൈസ്. ഇത് എത്രയാണ് ഗൈസ്? മിത്തിക്കെന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക്. അയ്യോ ഇതിനൊക്കെ മിത്തിക്കെന്ന് പറയുന്ന ഒരു സംഭവത്തിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന. പൊളി ഗൈസ്. മോനെ പൊളിച്ച് കേട്ടാ. പൊളിച്ചെന്ന് പറഞ്ഞാൽ നല്ലോണം നമ്മൾ പൊളിച്ചിട്ടുണ്ട്. നമ്മളതിൽ 81K ഗൈസ്. 81K 81K മോനെ പൊളിച്ച്. എടാ നീ ഒന്നും തരണടാ. എനിക്ക് വേറെ ഒരു റൈനോ ടോസ്റ്ററീനോ എന്ന് പറഞ്ഞ സംഭവത്തിന് കിട്ടി. മോനെ ഗൈസ് നമ്മൾ ഫസ്റ്റത്തെ ഒരു ഇതിൽ തന്നെ നമ്മൾ നേരെ ഒരു ലക്കും ഭാഗ്യവും കൊണ്ട് നമ്മൾ ഒരു ഈ സംഭവത്തിനെ എടുത്തേക്കാണ്. പിന്നെ അതാ വേറെ ഒരു സംഭവത്തിനെയും കൂടെ ഇപ്പം എടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവൻ പോയിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തെ വയസ്സിൽ വല്ലതും ഉണ്ടാന്ന് നോക്കാം. അയാൾ പോയിട്ടുണ്ട് ഗൈസ്. എൻ്റെ പൊന്നു എടാ നെഞ്ച് ഇടിച്ച് പെടച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറയാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചങ്ങ് വൈൻഡപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഗൈസ്. നമ്മൾ ഇന്ന് തന്നെ ഒരു കിടുക്കാച്ചായിട്ട് നമ്മളെ റൈനോ ടോസ്റ്ററീനോ എന്ന് പറഞ്ഞ ഒരു സംഭവത്തിനെ എടുത്തിട്ടാണ് നമ്മളെ പൊളിച്ചത് ഗൈസ്. നമ്മൾ പൊളിച്ചത് എന്ന് പറഞ്ഞാൽ പൊള്ളി ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ നമ്മൾ ബൈ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഇന്നത്തെ വീഡിയോ കാണാൻ കഴിയുന്നു. അപ്പോൾ ബൈ.